ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് തന്നെ പോകാം. അതായത് യു എസ് മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് എടുക്കുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട സൂചികകളൊക്കെ 0.5% താഴെ നിൽക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 40,071 പോയിന്റിൻ്റെ അവിടെ കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. ബട്ട് അണ്ടർടോൺ വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും എനിക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഡൗ ജോൺസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ 43,750 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 44,500 പോയിന്റ് ആയിരിക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഇന്നലെ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചെങ്കിൽ ആ ഒരു നേട്ടമൊന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ലായിരുന്നു. ബട്ട് എങ്കിലും ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെസ്ലയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സോ ഈ രണ്ട് സ്റ്റോക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ബട്ട് നാസ്ഡാക്കിന്റെ കേസിൽ മറ്റേ ടെക്നോളജി സ്റ്റോക്സിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡും ആയിരിക്കണം. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായ ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു ഒരു ഡെയിലി ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ബ്രന്റ് ക്രൂഡിനും WT ക്രൂഡിനൊക്കെ സാധിച്ചതായിട്ടാണ് കണ്ടത്. ഇന്ന് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.5% അടുത്തേക്കൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് WT ക്രൂഡും ബ്രന്റ് ക്രൂഡും ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കഴിഞ്ഞ ഒരു 6-7 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് നഷ്ടമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഇന്നലെയൊക്കെ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്കൊരു ബൈയിങ്ങിന് വേണ്ടി ഒരു അവസരവും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഷോർട്ട് കവറിങ് തുടരുന്നുണ്ടെങ്കിൽ $65.50 മുതൽ $67 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്നലെ 1.6% ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഗോൾഡ് ക്ലോസ് ചെയ്തായിരുന്നത്. ഇന്ന് നോക്കുമ്പോൾ ഗോൾഡിലൊരു ഷോർട്ട് കവറിംഗ് ആണോ എന്ന് താങ്കളൊന്ന് പറയാം. അതായത് ഇന്നൊരു 0.5% ഒരു നേട്ടം ഇപ്പോൾ ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 3,354 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. സ്വർണം നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഒരു ഓൾ ടൈം ഹൈ നൽകി. അതിനുശേഷം ഇന്നലെ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാനിടയായത്. അതിനെ തുടർന്ന് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുതിയ അവസരം നമുക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 1% അടുത്തേക്ക് നേട്ടം രേഖപ്പെടുത്താൻ ഇന്നലെ നിഫ്റ്റി 50ക്ക് സാധിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ 24,585 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഒരു ഹൈ നോക്കുമ്പോൾ 24,600 എന്നൊരു നില ഇന്നലെ ഒരു ഹൈ ആയിട്ട് ഇൻട്രാഡേ ഹൈ ആയിട്ട് നിഫ്റ്റി 50ക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറി. നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി റിവേഴ്സൽ നടക്കണമെങ്കിൽ 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ബട്ട് ലെറ്റ് us again വെയിറ്റ് ആൻഡ് വാച്ച്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. 0.92% ഒരു നേട്ടത്തിൽ 55,510 എന്നൊരു നിലയിലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 500-ലധികം ഒരു പോയിന്റിൻ്റെ ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ടാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 54,800 പോയിന്റ് ഇസ് നൗ എ മേജർ സപ്പോർട്ട് ഏരിയ. നമ്മൾ ഓർക്കേണ്ടത് ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ ഇത്രയും നല്ലൊരു റിക്കവറിക്ക് പ്രധാന കാരണം ഇറ്റ് വാസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു.
അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ നല്ല പോസിബിലിറ്റി SBIയുടെ കേസിൽ കാണുന്നുണ്ട്. മറ്റേ ഹെവി വെയ്റ്റ്സിലൊന്നും തന്നെ നമുക്ക് ഇന്നലെ കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ലായിരുന്നു. സാർ, നമുക്കിനി ആദ്യമായിട്ടൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷനാണ്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലെ 5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാരമാണ് നമ്മൾ കണ്ടത്. 6859 എന്നുള്ളൊരു പ്രൈസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 60%-ൻ്റെയൊക്കെ മുകളിൽ ഓൾറെഡി ഒരു റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകി കഴിഞ്ഞു. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ്റെ ഒരു ടേക്ക് എന്താണ് താങ്കളെ? ക്രാഫ്റ്റ്സ്മാൻ്റെ കേസിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് നമുക്ക് തുടർച്ചയായിട്ടൊരു ബുള്ളിഷ് അണ്ടർടോണാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. 7100 രൂപയ്ക്ക് അടുത്ത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഇപ്പോൾ നിലനിൽക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെടും. ബട്ട് ഈ ഹൈ ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സാർ, അടുത്തൊരു സ്റ്റോക്ക് ടെൻല പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 0.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 615 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു 2 മാസമൊക്കെ നോക്കുമ്പോൾ കാര്യമായി വലിയ രീതിയിലൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ വലിയ രീതിയിലൊരു മുന്നേറ്റമൊന്നും നടത്താതെ ഒരു സെറ്റിൽ ചെയ്ത രീതിയിലാണ് സ്റ്റോക്കിലൊരു ട്രേഡിംഗ് കഴിഞ്ഞ 2 മാസം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ടെൻലയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിന് ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 599 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 630 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് ലെവൽ 650, 670, 690. സാർ, ഇനിയൊരു സ്റ്റോക്കുള്ളത് CG പവറാണ്. CG പവർ 0.23% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കണ്ടത്. 664 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 25%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ്. CG പവറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CG പവർ ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 710 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേസമയം കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 640 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 1% ഒരു നേട്ടത്തിൽ 1660 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസവും ഈ ഒരു മാസവും നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ജൂൺ 6 2520 രൂപയ്ക്ക് അടുത്തൊരു ടോപ്പ് നൽകിയതിനു ശേഷം തുടർച്ചയായിട്ട് ഒരു ലെറ്റപ്പ് പോലും നമുക്ക് നൽകാതെയായിരുന്നു കണ്ടിന്യൂസ് സെല്ലിംഗ് ആയി സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി മാറിയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുമ്പോഴേക്കും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2703 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഗാർഡൻ റീച്ചിന്റെ കേസിൽ ബുള്ളിഷായി മാറും. ഇതിനോടൊപ്പം തന്നെ മറ്റ് 2-3 ഡിഫൻസ് സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ആദ്യം തന്നെ ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ 4100 രൂപ ഇസ് ദ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഇസ് ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ 394 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്. സാർ, നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് താജ് GVK ഹോട്ടൽസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാർച്ചിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 20%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താജ് GVK ഹോട്ടൽസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
താജ് ജീവിക്കയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 345 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സാർ, ഇനി അറിയേണ്ടത് ടാറ്റ എലക്സിയുടെ ഒരു വ്യൂ ആണ്. ഇന്നലെ 1.4% ഇടിവായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 5676 എന്നൊരു നിലയിലാണ് ആ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് ഒരു ക്ലോസിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ എന്താണ്? ടാറ്റ എലക്സിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 5600 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 5800 6000 ഈ ഒരു റേഞ്ചിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാനും ശ്രമിക്കണം. സാർ, ഇനി നമുക്ക് അറിയേണ്ടത് ടാറ്റ കെമിക്കൽസിൻ്റെ വ്യൂ ആണ്. ഇന്നലെ നോക്കുമ്പോൾ 0.64% നേട്ടത്തിലാണ് സ്റ്റോക്ക് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 952 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. നമ്മളൊരു മാർച്ചിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഏകദേശം ഒരു 20% മുകളിൽ ഒരു റിട്ടേൺ നൽകിയ നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ കെമിക്കൽസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ടാറ്റ കെമിക്കൽസ് അടുത്ത കാലത്തായിരുന്നു നല്ല ക്വാർട്ടർലി പെർഫോമൻസ് നമുക്ക് നൽകിയത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നല്ല ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. 965 രൂപയിലായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 935 രൂപയിൽ സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, ഇനി നമുക്ക് ഡാബർ ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.5% നേട്ടത്തിൽ 510 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഒരു 10%-ൻ്റെയൊക്കെ ഒരു റിട്ടേൺ നൽകിയ ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചിരുന്നത്. അതിൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഒരു 3%-ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലുമാണ് ഡാബർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഡാബറിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ 495 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 495 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 540 ആയിരിക്കും. 540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, ഇനി PSU ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് ചോദിക്കാനുള്ളത്. യൂണിയൻ ബാങ്കാണ്. 2.9% ഒരു നേട്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. 134 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സെക്ടറായി PSU ബാങ്കിങ് സൂചികയ്ക്ക് മാറാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. യൂണിയൻ ബാങ്കിൻ്റെ ഒരു വ്യൂവും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു PSU ബാങ്കുകൾ സ്റ്റോക്കുകൾ നിലവിലുണ്ടോ? യൂണിയൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. സോ യൂണിയൻ ബാങ്കിന്റെ കേസിൽ 140 മുതൽ 145 ഇത് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. 145 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കാനറ ബാങ്കിന്റെ കേസിൽ 104 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 115 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുമ്പോഴേക്കും ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ 840 843 ആ ഒരു റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് SBIയിൽ പ്രതീക്ഷിക്കാം. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പെട്രോനെറ്റ് LNG ആണ്. 0.05% ഒരു ഫ്ലാറ്റ് ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 273 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? പെട്രോനെറ്റ് LNG is a small cap stock and ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം.
സാർ ഇനി നമുക്ക് അറിയേണ്ടത് KRBLൻ്റെ ഒരു വ്യൂ ആണ്. KRBLനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 4% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 446 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഓൾറെഡി സ്റ്റോക്ക് നടത്തുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ 16% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. ഒപ്പം വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. KRBLൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? KRBLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് ജൂലൈ 23 നമുക്ക് നൽകിയിരിക്കുന്ന ഓൾ ടൈം ഹൈ അറൌണ്ട് 465 470 ഈ ഒരു റേഞ്ചിലായിരിക്കും. ബട്ട് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് DCS സിസ്റ്റം ആണ്. ക്ഷമിക്കണം, DCS സിസ്റ്റംസ് ഇന്ത്യയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ നിലയിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 248 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞൊരു 3 മാസങ്ങളായി നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ രീതിയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് തുടരുന്നത്. DCXൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ മെയ് മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിലൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 275 280 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. സാർ നമുക്കിനി അറിയേണ്ടത് IDFC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ചാണ്. IDFCയെ പറ്റി നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്ലോസിംഗ് ചെയ്ത പ്രൈസ് 69 എന്നുള്ളൊരു പ്രൈസാണ്. സ്റ്റോക്ക് 0.82% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങി 3 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയും പിന്നീട് കഴിഞ്ഞ മാസത്തിൽ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 70 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഈ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയ ഒരു 8 മുതൽ 12 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സാറിന് ഈസ്റ്റ് മൈ ട്രിപ്പിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 3% ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 8 രൂപ എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൻ്റെ കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മന്ത്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നേരിയതെങ്കിലും എല്ലാ മാസവും ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ബിയറിഷായ രീതിയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഈസ്റ്റ് മൈ ട്രിപ്പിൻ്റെ ഫിനാൻഷ്യൽസ് വളരെ മികച്ചതല്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ബെയറിഷായിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് ദ ഓൾ ടൈം ലോ ലെവൽ. കൈവശം ഓൾ ടൈം ലോ ലെവലിൽ ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൾ ടൈം ലോ ലെവല് ബ്രേക്ക് ചെയ്യാൻ പോലും ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു സെക്ടറിലോട്ട് നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്ക് ഇക്സിഗോ ആയിരിക്കണം. ഇക്സിഗോ വളരെ നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയതിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഇൻഫാക്ട് ദ സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് നിയർ ദ ഓൾ ടൈം ഹൈ. സാറിന് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള HDFC ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയതായിട്ട് കാണുന്നത്. 1995 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി തൊട്ട് സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി HDFC ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാങ്കിങ് ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഫൈനാൻഷ്യലി വളരെ സ്ട്രോങ് ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. നമ്മൾ ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഇതിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 2040 ആയിരിക്കും റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം.
ഇനി നമുക്ക് സുസ്ലോണിൻ്റെ റിവ്യൂ ആണ് അറിയേണ്ടത്. സുസ്ലോണിനെ സംബന്ധിച്ച് 0.2% ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 63 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സുസ്ലോണിൽ താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 65 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 67 രൂപ, പിന്നീട് 68, അതിനുശേഷം 70 രൂപയായിരിക്കും റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 62 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് കിറ്റക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കിറ്റക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 5% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിലും കാണാൻ സാധിച്ചത്. 162 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്തിന് ശേഷമൊക്കെ വലിയ ഇടിവാണ് നമുക്ക് ഈ ഒരു മാസവും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 28% ഒരു ഇടിവ് ഓൾറെഡി ഈ ഒരു മാസം കിറ്റക്സ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു ഇടിവിൽ ഇപ്പോൾ ഒരു ബോട്ടം കിറ്റക്സിൽ കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് കിറ്റക്സ്? അൺഫോർച്ചുനേറ്റ്ലി നോ. കിറ്റക്സിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഓരോ ദിവസവും ഈ സ്റ്റോക്ക് ലോവർ സർക്യൂട്ടിൽ ഓപ്പണിംഗും ക്ലോസിംഗും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 140 രൂപയില. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബോട്ടം കണ്ടു കഴിഞ്ഞുവെന്ന്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. സാറിന് മറ്റൊരു സ്മോൾ ക്യാപ് ഓഹരിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കേരള ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടർലയെ പറ്റിയാണ് അറിയേണ്ടത്. വണ്ടർല നോക്കുമ്പോൾ 0.8% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 587 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചതായിട്ട് ഇന്നലെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ നോക്കുമ്പോൾ കാര്യമായ ഒരു മുന്നേറ്റമൊന്നും രേഖപ്പെടുത്താത്ത ഒരു നിലയിലാണ് ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടർലയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വണ്ടർലയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലും നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 690 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാറിന് ഈ മുത്തൂറ്റ് മൈക്രോഫിനിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 0.2% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 153 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു നേരിയ കൺസോൾട്ടേഷനൊക്കെ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. മാത്രമല്ല സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ മാസത്തെ ഒരു ട്രേഡിംഗ് അല്ല അതിന് മുമ്പത്തെ മാസം നോക്കുമ്പോഴും വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്തതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുത്തൂറ്റ് മൈക്രോഫിനിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? മുത്തൂറ്റ് മൈക്രോഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 160 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 180 രൂപയില. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 145 രൂപയായിരിക്കണം. സാർ അടുത്തൊരു ഓഹരി JK എൻ്റർപ്രൈസസ് ആണ്. ക്ഷമിക്കണം, JK എൻ്റർപ്രൈസസ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8% ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് കാണുന്നത്. 152 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻ എനിക്ക് ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. ശരി സാർ, നമുക്ക് അടുത്ത ഒരു അവസാനമായൊരു സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് 2.4% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 7259 സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇത്തരം കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റൽസ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാം. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 6920 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 7520 അതിനുശേഷം 7650 ആയിരിക്കും. 7650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. താങ്ക് യു വിഷ്ണു.
ഏതായാലും നിക്ഷേപകരോട് ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു ഡിസ്കഷനായിരുന്നു. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുകയും ഒപ്പം ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻസ് കൂടി ചെയ്യേണ്ടതാണ്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഉടനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.